Hey guys, welcome back to another vlog. ഇന്ന് ഡേറ്റ് 18-ാം തീയതി കേട്ടോ. ഇന്ന് 18-ാം തീയതി ഡേറ്റ്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം, അല്ലെങ്കിൽ കടന്നുള്ള അമ്പലത്തിൽ ഉത്സവം. പിന്നാണ് താലപ്പൊലി. ഇത്രയും ദിവസം എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു മടി, അതുകൊണ്ട് എടുത്തില്ല. ഞാൻ അമ്പലത്തിലേക്ക് പോവാം. ഇപ്പോൾ സമയം ഏതാണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? സമയം 11:52. 1 മണിക്കാണ് അന്നദാനം. വൈകുന്നേരം പരിപാടിക്ക് നമ്മളിപ്പോൾ പോകും. വൈകുന്നേരം പോട്ടാ. വൈകുന്നേരമുള്ള പറഞ്ഞാൽ ആ വഴിയാണ് വീട്ടിലേക്ക് പോകാൻ. അത് തന്നെ വഴിക്ക് കാണിച്ചു തരാം. രാത്രി ഉണ്ട്, അപ്പം കാണിക്കാം. അപ്പോൾ ഞാൻ അമ്പലത്തിൽ ചെല്ലട്ടെ. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോകും. ഇത് നല്ലൊരു സ്ഥലം, തണലുണ്ട് ഇവിടെ. ഞങ്ങളുടെ റേഷൻ കടയാണ് ഇവിടെ. റേഷൻ കട ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളത്തെ സൺഡേ സ്കൂളാണ്. ഇത് സ്കൂള്, ഇത് സൺഡേ സ്കൂള്, ഇത് പള്ളി. പള്ളിയുടെ കടന്നു ഞങ്ങളുടെ എല്ലാ സാധനങ്ങളുണ്ട്. പള്ളിയുണ്ട്, പിന്നെ മുസ്ലിം പള്ളിയുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്. 2 അമ്പലമുണ്ട് കേട്ടോ. 2 അമ്പലം, ഒരു മുസ്ലിംസിൻ്റെ പള്ളി, ഇത് ക്രിസ്ത്യൻസിൻ്റെ പള്ളി. ഇത് ഏതാണെന്നറിയില്ല കേട്ടോ. അറിയാമെങ്കിൽ പറയാം. ഞാൻ ആരോടും ചോദിച്ചിട്ട് ഞാൻ പറയാം. ചോദിച്ചിട്ട് അറിയാമെങ്കിൽ ഞാനിത് ഇവിടെ എഴുതി കാണിക്കാം. ഇവിടുന്ന് കുറച്ച് നടന്നിട്ടില്ലേ. ഇപ്പം മൊത്തം നമ്മുടെ അങ്ങോട്ട് 2 വഴി കിട്ടും. തൊണ്ടിക്കടയിൽ പോവാം, നമുക്ക് മെയിൻ റോട്ടിൽ പോകാം. അപ്പം നമ്മൾ തൊണ്ടിക്കട പോകണം. ഇന്ന് വായനയുണ്ട്. ഇതെങ്ങനെ സംഭവം എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. വായനയുടെ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് പോകാറില്ല. അറിയാൻ പാടാതായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ആ സമയത്ത് പോവില്ല. എന്താണെന്നറിയില്ല. അറിയണ ആരെയാണ് പിന്നെയും കേട്ടിരിക്കുക. ഇത് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് പിന്നെ കേട്ടിരിക്കാത്തതുകൊണ്ട് തോന്നിയിട്ടില്ല കേട്ടാ. അതിന് ഞാൻ പോയില്ല. ഞാൻ അങ്ങനെ കേൾക്കാതിരിക്കാറില്ല. ഞാൻ 11 മണി 11 കാലമൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പോകണേ. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ 2 മണി 2:30 ആവും. ഇന്ന് വൈകി പോകാൻ കാരണം വേറെ ഒന്നുമില്ല. ഇന്നലെ രാത്രി സിറ്റിയുടെ റയൽ മാഡ്രിഡിനെ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ സമയം പോയി. 3 മണി അവറായപ്പോൾ കിടന്ന്. ഇതാട്ടോ, ഇത് മെയിൻ റോഡിലേക്ക് പോയി നേരെ ഒരു എൻട്രൻസ് കാർഡുണ്ട്. ഇതാണ് കുറുക്കുവഴി. ഇത് ശരിക്കും ഒരു വീട്ടിലേക്കുള്ള വഴിയാണ്. ആ വീട്ടുകാർക്കിടെ വഴി നമ്മൾ കട്ടെടുത്ത് പോകത്തുള്ളൂ. അതിലൂടെ അമ്പലത്തിലേക്ക് പോവാം. ഇതൊരു കൂട്ടുകാരൻ്റെ വീടാണ്. അങ്ങോട്ട് പോയിക്കുന്ന ഒരു തറവാടാണ്. തൊണ്ടിക്കട പോട്ടെ. ഓ വേണ്ട, നമ്മളവിടെ മേടിച്ചെന്നിട്ട് കാണിച്ചു തരാം. അതിനും ആൾക്കാരുണ്ടെങ്കിൽ ഇത് എനിക്കൊരു ചമ്മലുണ്ടെന്ന് എടുക്കാൻ. അതാണ് ഒരു വിഷയം. പോട്ടെ. ഞങ്ങൾ റോട്ടിക്കട വന്നതാണ്. ഇതാണ് റോട്ടിക്കട വരുമ്പോൾ ഇതിക്കട കയറി ഇങ്ങനെ അങ്ങോട്ടും. തൊണ്ടിക്കട വരുമ്പോൾ താഴത്തോട്ട് വരും. ഞാനപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടം വരാമെന്നേ. ഇത് കാണിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടം വരാം. ചെരുപ്പിടാത്തതുകൊണ്ട് നല്ല കോൺക്രീറ്റ് ആണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ബാക്കി കാണിക്കല്ലേ. അതാണ് ഇവിടെ ഒരു പെട്ടിക്കടയുണ്ട്. ഇതൊരു സോഡക്കട. അവിടെ നന്നാകാൻ ചാൻസ് ഇല്ല. ഇതൊരു ബജ്ജിക്കട, ഇതൊരു പെട്ടിക്കട, ഒരു കുലുക്കിക്കടയുണ്ട്, അപ്പുറം ഒരു പെട്ടിക്കടയുണ്ട്. എൻട്രൻസ്. ഇതിക്കടെ കലാകാരടെ കൂടും. ഇതിക്കടെ അകത്തേക്കും കലാകാരടെ കാണിച്ചില്ല. ഇതാണ് ഞങ്ങൾ അമ്പലം. തൊണ്ടിക്കട വരുമ്പോൾ രംഗൻ ചേട്ടൻ എങ്ങനെ ഇത്ര സെറ്റപ്പ് ആയത്? എടാ മോനെ, സമയം
ഒന്നര നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു. ഇനി തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്നു. തൊണ്ടിക്കൂടെ ഇതികൂടെ പോയാലും നമുക്ക് മേളിലേക്ക് ചെന്ന് കയറാം. പക്ഷെ അവിടെ ശരിയാവില്ല. പോണേ വീട്ടിൽ ചെല്ലട്ടെ. എന്നെ വീട്ടിൽ വന്നു. ഇനി വൈകുന്നേരമാണ് താല്പര്യമാണ്. അപ്പോൾ ആ സമയം നമ്മൾ കാണാം. താലപ്പൊലിക്ക് പോകാൻ വേണ്ടി മറ്റേ മഴ പെയ്യുന്നു. ശക്തമായ രീതിയിലല്ല, അല്ലെങ്കിൽ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണിയായി. 5:30 തന്നെ പറഞ്ഞു. ഈ മഴ വീഴാണ്ട് മഴയൊക്കെ കൊച്ചിരിക്കുന്നതാണ്. മഴ കഴിഞ്ഞ് ഇപ്പോൾ സമയം 5:19 മഴ അമ്പലത്തിൽ നിന്നുണ്ട്. 5 മണിക്ക് താലപ്പൊലി സമയമാണ്. 5:19 മഴ മാറുന്നുണ്ട്. മഴയൊക്കെ ഒരു കളികൾ തുടങ്ങി. രഥമൊക്കെ അവിടെ ഉണ്ട്. കാണിച്ചത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മഴ പെയ്യുന്നു. രഥമൊക്കെ നടക്കുന്നു. മഴ മാറി. ഇപ്പം ഏതാണ്ട് സമയം 5:40. മഴ ഏതാണ്ട് മാറി നിൽക്കുന്നു. ഞാൻ ഇറങ്ങാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത മഴ പെയ്താലാണ് പെട്ടുപോകും. കറങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ മാറി നല്ലൊരു ക്ലിയർ വെതറായി വരുന്നു. ഞാനവർക്ക് 2 വീഡിയോ ഇട്ടിട്ടാലോ. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ പോന്നിട്ടില്ല. FM mode.
റൈറ്റ്സ് ഞാൻ തന്നിരിക്കുന്നു. അത് പുള്ളിക്ക് 8 മണിക്ക് പരിപാടി ഉണ്ടോ? ക്ലാരിറ്റിയുടെ വർദ്ധന ക്ഷമിക്കണം. ചില സമയത്ത് ഇത്ര നട്ടാണ് കിട്ടുള്ളൂ. കുറേ പരിപാടികളുണ്ട്. നമ്മുടെ ഫോൺ ഇച്ചിരി പാടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ചെണ്ടമേളൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ് വന്നു. എന്നിട്ട് ഏതാണ്ട് 1.25 മണിക്കൂറായി. ഫോണിന് ചാർജിങ് ആയില്ല. കിട്ടും റെഡിയാക്കി ഏതാണ്ട് 50% കണ്ടായി. 50% മേളിൽ വേണം നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനാണ്. ഇന്ന് എക്സ്പോർട്ട് ചെയ്യാനിട്ടാണ് നാളെ വീഡിയോ ആവുള്ളൂ. ഇന്ന് ഡേറ്റ് 18-ാം തീയതിയാണ് ഡേറ്റാണ്. അപ്പോൾ നല്ല ക്ലാരിറ്റി വ്യത്യാസമുണ്ടാകും. നമ്മൾ ലൈറ്റാണ് എടുത്തത്. നമ്മൾ ഉദ്ദേശിച്ച ചില സമയത്ത് പോകാൻ പറ്റിയില്ല. വേറൊന്നുമില്ല. അമ്പലത്തിൽ 5 മണിക്കായിരുന്നു ഇറങ്ങാമായിരുന്നു. അപ്പം 5 മണിക്ക് മഴ പെയ്തു. കഴിഞ്ഞപ്പോൾ ആൾക്കാർ വരാൻ വൈകി. അതുകൊണ്ടാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഏതാണ്ട് 7 മണിയായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 9:30 തിരിച്ച് കയറി ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു 10:30 കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്താണ്. ബൈ.